ഇനി ബൈക്കിൽ കയറി വരുന്നൊരു ഓറഞ്ച് പൂച്ചയെ കണ്ട ഒന്ന് സൂക്ഷിക്കണം. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, കേരള പോലീസാണ്. ഈ ഓറഞ്ച് പൂച്ച ബൈക്കിൽ കയറി വരിക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ആലോചിക്കുക അങ്ങനെ ഉണ്ടോന്ന്. കാർട്ടൂൺ കഥാപാത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഇത്തരം കാർട്ടൂൺ കഥാപാത്രങ്ങൾ സ്വാധീനിക്കുന്നുണ്ടത്രേ. രക്ഷിതാക്കൾ ആ ഘട്ടത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഒരു ബൈക്കിലാണ് അവന്റെ വരവ്. ചിലപ്പോൾ വഴിയിൽ പരുക്കേറ്റ് കിടക്കുന്ന കോഴിയെയോ താറാവിനെയോ ആടിനെയോ മുയലിനെയോ ഒക്കെ കാണാം. ഉടൻ വണ്ടി നിർത്തി അതിനെയും കയറ്റി വീട്ടിലേക്ക് പോകും. അവിടെ എത്തി മുറിവിൽ മരുന്ന് വെച്ച് കെട്ടും, കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും. ആഹാ, എന്തു മാന്യൻ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് തീരും മുന്നേ അടുത്ത പണിയൊപ്പിക്കും. അതിഥിയുടെ തലയ്ക്ക് ഒരൊറ്റ അടിയാണ്, തീർന്നു. പിന്നെ കക്ഷിയെ കാണുന്നത് അടുക്കളയിലാണ്. വറുത്തോ പൊരിച്ചോ കറി വെച്ചോ കുക്ക് ചെയ്യും. ഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കളെയും വിളിക്കും. ഈ AI വീഡിയോ കാണുമ്പോൾ കൗതുകവും തമാശയുമൊക്കെ തോന്നുമെങ്കിലും സംഗതി അത്ര നിസാരമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അക്രമം നിറഞ്ഞ ഇത്തരം വീഡിയോകൾ കുഞ്ഞു മനസ്സുകളെ മോശമായി സ്വാധീനിക്കുമെന്ന് പഠനങ്ങൾ മുൻപേ കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണങ്ങളെ വളരെ സാധാരണമായതും ന്യായമായതുമായി കാണാൻ ഇത്തരം കാർട്ടൂണുകൾ പ്രേരിപ്പിക്കുമത്രേ. സ്വഭാവത്തിൽ കൂടുതൽ അക്രമവാസനയുണ്ടായേക്കാം. ക്ഷമിക്കാനും സഹിക്കാനും കഴിയില്ല. മറ്റുള്ളവരുടെ വേദന, സങ്കടം എന്നിവ പ്രശ്നമല്ലാതായി തോന്നും. ദുസ്വപ്നങ്ങൾ, ഉറക്കക്കുറവ്, ഭയം എന്നിവയും ഉണ്ടാകാം. കുട്ടികളെ ദൃശ്യമാധ്യമങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2 വയസ്സുവരെയുള്ള കുട്ടികളെ ഒരു തരം ദൃശ്യമാധ്യമവും കാണിക്കാതിരിക്കുക. കാരണം തലച്ചോറിൽ ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന ദൃശ്യസ്മൃതി എന്ന കഴിവ് അവർക്കില്ല. 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾ 1 മണിക്കൂറാണ് പരമാവധി അനുവദനീയമായ ദൃശ്യമാധ്യമ സമയം. അതിൽ അരമണിക്കൂറിൽ കൂടരുത് കാർട്ടൂണുകളുടെ സമയമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 6 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 മണിക്കൂറിൽ കൂടരുത് ഒരു ദിവസത്തെ മൊത്തം ദൃശ്യമാധ്യമ സമയം. കുട്ടികൾ എന്തൊക്കെ തരം ദൃശ്യമാധ്യമങ്ങൾ കാണുന്നു, എന്തൊക്കെ തരം വിഷയങ്ങളാണ് അവർ കാണുന്നത് എന്നതും മാതാപിതാക്കൾ അറിയണം. ഈ അക്രമ സ്വഭാവമുള്ള കാർട്ടൂണുകൾ കാണുന്നതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാനും അതിന്റെ അപകടങ്ങൾ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും മാതാപിതാക്കൾ തയ്യാറാകണം. ഈ ഓറഞ്ച് പൂച്ച മാത്രമല്ല, ലോകത്തെ എക്കാലത്തെയും പ്രിയപ്പെട്ട കാർട്ടൂണുകളിലൊന്നായ ടോം ആൻഡ് ജെറിയും ഉള്ളടക്കത്തിലെ വയലൻസിന്റെ പേരിൽ പണ്ടേ വിമർശിക്കപ്പെട്ടിരുന്നു. അതായത് കുട്ടികൾ കാണുന്നതിൽ രക്ഷിതാക്കളും ഒരു കണ്ണു വെക്കണമെന്ന് ചുരുക്കം. ഇനി നമ്മുടെ ഓറഞ്ച് പൂച്ചയിലേക്ക് തിരികെ വന്നാൽ, സോഷ്യൽ മീഡിയയിലെ ചീത്തവിളി കേട്ടിട്ടാണോ എന്തോ പുള്ളി ഇടയ്ക്കൊക്കെ നന്നാവാനുള്ള ശ്രമങ്ങളും നടത്താറുണ്ട്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.